മതസൗഹാർദ്ദ മാജിക്കാണ് ഇവരോട് ആവശ്യപ്പെടുന്നത്. അതിന്റെ ആത്മാകർഷണം ഞാൻ അറിയിക്കണം. ഈ മന്ത്രിയോടൊപ്പം മിനിസ്റ്ററോടൊപ്പം ചെയ്യാൻ പറ്റിയുള്ള സന്തോഷം. എന്റെ കയ്യിൽ അസഹിഷ്ണുത എന്ന് എഴുതിയിരിക്കുന്ന ഒരു പേപ്പർ തുണ്ട്. അസഹിഷ്ണുത ഈ ലോകത്തുള്ള ഇതൊരു സിംബോളിക് മാജിക്കാണ് സർ. ഇതൊരു പ്രതീകാത്മകമായ മാജിക്കാണ്. ഈ ലോകത്തുള്ള സർവ്വ അസഹിഷ്ണുതയുടെയും പ്രതീകമാണ് ഈ പേപ്പർ തുണ്ട്. അത് മതത്തിന്റെ പേരിലാവട്ടെ, അത് ജാതിയുടെ പേരിലാവട്ടെ, അത് രാഷ്ട്രത്തിന്റെ പേരിലാവട്ടെ, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാവട്ടെ, സമൂഹത്തിന്റെ പേരിലാവട്ടെ, അത് വർഗത്തിന്റെ പേരിലാവട്ടെ, ഏതിന്റെ പേരിലുമുള്ള ഈ ലോകത്ത് നിലനിൽക്കുന്ന അസഹിഷ്ണുതയുടെ പ്രതീകമാണ് ഈ പേപ്പർ തുണ്ട്. അതുകൊണ്ട് നമുക്ക് we should not be intolerant. ഒരിക്കലും നമ്മൾ അസഹിഷ്ണുക്കളാവരുത്, സഹിഷ്ണുക്കളാവണം നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രതീകാത്മകമായി മിനിസ്റ്റർ ഈ പേപ്പർ തുണ്ട് കത്തിച്ചു കളയുകയാണ്. പേപ്പർ തുണ്ട് കത്തിച്ചു കളയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവേണ്ടത് അസഹിഷ്ണുതയുടെ പ്രതീകമാണ്. ഓക്കെ സർ. മിനിസ്റ്റർ നമ്മുടെ വിശേഷനായിരിക്കുകയാണ്. ഈ യാത്രയിലെ അദ്ദേഹം നവ്യാനുഭവമായിരിക്കാം. അദ്ദേഹം അസഹിഷ്ണുമായി എഴുതിയിട്ടുള്ള വെളിപ്പെടുത്തുകൊണ്ട് കത്തിച്ചു കളയുകയാണ് വളരെ പ്രതീകാത്മകമായി. നമ്മുടെ മനസ്സിൽ നിന്ന് അസഹിഷ്ണുത ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാത്രം നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ്. ഇനിയില്ലാതാവട്ടെ അസഹിഷ്ണുത ചിന്തകൾ. പകരം നമുക്ക് വേണ്ടത് ഇത് എഴുതുകൊണ്ടിരിക്കാൻ അസഹിഷ്ണുത, മനസ്സിൽ നിന്ന് അസഹിഷ്ണുത ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പകരം സ്നേഹമാണ്, സൗഹാർദ്ദമാണ്, പാരസ്പര്യമാണ്, സഹിഷ്ണുതയാണ്, സമാധാനമാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സർ ഒന്ന് മേജിക്കാരത്തിന് വീക്ഷിച്ചോളൂ. ഓക്കെ ഈ സമാധാനത്തിന്റെ വഴിയിൽ പ്രാവ് കുഞ്ഞാലിക്കുട്ടി കാവ് തന്നെ പുറത്തുള്ളതാണ്.